നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദേശീയ തലത്തിൽ പ്രത്യേകിച്ചും പാർലമെന്റിൽ പ്രതിപക്ഷം എന്നത്, അതിനകത്ത് ഇന്ത്യ സഖ്യം എന്നത് താൽക്കാലികമായി ഒരു പ്രതിപക്ഷ സെറ്റപ്പിലേക്ക് കോൺഗ്രസ് നേതൃത്വം മുൻകൈയെടുത്ത് കൊണ്ടുവന്നതാണ്. എന്നാൽ ആ ഇന്ത്യ സഖ്യം പൊളിച്ചെഴുതണം, ഇന്ത്യ സഖ്യത്തെ നയിക്കേണ്ടത് കോൺഗ്രസ് അല്ല എന്ന നിലപാട് പലതോതിൽ പല പാർട്ടികൾ അഭിപ്രായപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇത് കോൺഗ്രസിനെതിരെയുള്ള വിരോധം കൊണ്ട് മറ്റ് പാർട്ടികൾ ചെയ്യുന്നതാണെന്നോ അതല്ലെങ്കിൽ കോൺഗ്രസ്സിന് നേതൃനിരയെ നയിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്ന് കരുതി അവിടെ മറ്റ് പാർട്ടികൾ അസ്വസ്ഥരാകുന്നതാണോ എന്നുള്ളതും ചർച്ചയാവുന്നുണ്ട്. രാജ്യസഭയിലായിരുന്നാലും ലോക്സഭയിലായിരുന്നാലും BJP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗബലം കോൺഗ്രസ്സിന് തന്നെയാണ്. അതിൽ ഏതാനും ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് മത്സരിക്കുന്നത്. ഉത്തർപ്രദേശിൽ, ബീഹാറിൽ ഒക്കെയാണ് ആ സഖ്യത്തിന് പ്രാധാന്യമുള്ള, പ്രത്യേകിച്ചും മണ്ഡൽ കമ്മീഷനുള്ള സംസ്ഥാനങ്ങൾ, മണ്ഡൽ കമ്മീഷൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന സംസ്ഥാനങ്ങൾ. എന്നാൽ തിരിച്ച് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിലേക്ക് വന്നാൽ മാത്രമേ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത തെളിയുന്നുള്ളൂ എന്നത് വളരെ കൃത്യമായി തന്നെ AICC നേതൃത്വം ചർച്ച ചെയ്യുകയാണ്. അധികാരത്തിൽ വരണമെങ്കിൽ പ്രതിപക്ഷത്ത് നിന്ന് ചെയ്യുന്നത് പോലെയുള്ള ധർമ്മമല്ല, മറിച്ച് ഭരണപക്ഷത്തേക്ക് വരാൻ ആക്കം കൂട്ടുന്ന സാഹചര്യങ്ങൾ ഈ രാജ്യത്ത് സംജാതമാകണം. അതിന് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന രീതിയിൽ മത്സരിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. 2014 UPA തകർന്നടിക്കും. 100-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് മൊത്തത്തിൽ നേടിയെടുത്തത്. അന്ന് NDAക്ക് 340 സീറ്റുകൾ ഈ രാജ്യത്തുണ്ടായിരുന്നു, BJPക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 10 വർഷങ്ങൾക്ക് ഇപ്പുറം 2024 BJPയുടെ കേവല ഭൂരിപക്ഷം നഷ്ടമാകുകയും NDA കഷ്ടിച്ച് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടായി. അവിടെ ഇന്ത്യ മുന്നണി എന്ന സഖ്യത്തിൽ 234 സീറ്റുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് എടുത്തു പറയേണ്ടത് അതിലെ സമാജ്വാദി പാർട്ടി ഒഴികെ മറ്റെല്ലാവരും ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്നവർ തന്നെയായിരുന്നു. അതിൽ സമാജ്വാദി പാർട്ടിയുടെ 37 സീറ്റുകൾ ഒഴികെ ബാക്കി ഇന്ത്യ മുന്നണി വെച്ച് നോക്കുമ്പോൾ 200ഓളം സീറ്റുകൾ UPA, പഴയ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ഈ രാജ്യത്ത് നേടിയെടുത്തു എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയിൽ ആകെ ഉള്ളത് സമാജ്വാദി പാർട്ടിയുടെ ഒരു കടന്നുവരവ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അഖിലേഷ് യാദവും ഉറപ്പിച്ച് പറയുന്നു, ഇന്ത്യ മുന്നണി എന്ന സംവിധാനമല്ല വേണ്ടത് രാജ്യത്ത്, തിരികെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്, അതായത് UPA എന്ന രീതിയിലേക്ക് ചെയർപേഴ്സണെയും നിയമിച്ച് പുതിയ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണം. രാഹുൽ ഗാന്ധി ചെയർപേഴ്സൺ പദവി ഏറ്റെടുക്കണം എന്നതാണ് അഖിലേഷ് യാദവിൻ്റെ ആവശ്യം. അതിന് കാരണം വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളതിൽ ശക്തമായി ഒരു മുന്നണി സംവിധാനം എന്ന രീതിയിലേക്ക് പോയാൽ മാത്രമേ NDAയെ എതിർക്കാൻ കഴിയും. ബീഹാറിൽ നമ്മൾ കണ്ടതാണ്, NDA എന്ന സഖ്യത്തെ എതിർക്കാൻ മഹാഗഠബന്ധൻ എന്ന രീതിയിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ ഇക്വേഷൻ അല്ല പയറ്റേണ്ടത്, മറിച്ച് UPA എന്ന സംവിധാനത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അതിനെ കോൺഗ്രസ് നയിക്കണം. അതിനെ ചെയർപേഴ്സണായി കോൺഗ്രസിൻ്റെ നേതാവായി രാഹുൽ വരികയാണെങ്കിൽ അതാണ് AICC നേതൃത്വം എടുക്കേണ്ട ഏറ്റവും ഉചിതമായ തീരുമാനമെന്നാണ് മറ്റ് നേതാക്കൾ പറയുന്നത്. സ്റ്റാലിൻ അടക്കം, മമതാ ബാനർജി അടക്കമുള്ളവർ ഈ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്നവരാണ്.